എന്നതാടോ ഗുഡ് മോർണിംഗ് ഗേസ്. ഗുഡ് മോർണിംഗ്. എന്നതാടാ നിങ്ങളോട് മോർണിംഗ് വാക്ക് തുടങ്ങാൻ ഞാൻ എത്ര നാളായി പറയുന്നു. ദാറ്റ് വിൽ മേക്ക് യുവർ ബോഡി ആൻഡ് മൈൻഡ് ഫ്രഷ്. ഞങ്ങൾ അച്ഛനെ വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്ത് പറ്റി? റിസോർട്ടിൽ മറ്റേ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായില്ലല്ലോ. നല്ല സുഖമല്ലേ? ഞാനൊന്ന് ആക്ച്വലി ഓടിയത് തന്നെ ഒരു ട്രിക്കായിരുന്നു. വിഡ്രോവൽ ടെക്നിക് എന്നാണ് എക്സോസത്തിൽ അതിന്റെ പേര്. ഞങ്ങൾ ഊഹിച്ചു. ഇവനിന്ന് രാവിലെ കൂടി പറഞ്ഞോളൂ. ഡെന്നി എന്തോ പറഞ്ഞു വന്നല്ലോ. അതച്ചോ, ഇവൻ അമേരിക്കയിൽ നിന്ന് ഞങ്ങൾ 3 പേർക്കും വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആണ്. ഓഹോ, ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോണുണ്ട്. അതുകൊണ്ട് ഇത് 3ഉം പള്ളിക്ക് ഡൊണേറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കായിരുന്നു ഞങ്ങൾ. അതെ, റിയലി വെരി ഗുഡ്. ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കേ. എന്റെ ഫോണിലുള്ള ക്യാമറ ആകെ 2 മെഗാപിക്സലാന്നേ. അച്ഛൻ എന്തിനാണ് ക്യാമറ? എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവുക. ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അയക്കാം, പിടിക്കാം. രൂപത്തിന്റെ എന്തായാലും അച്ഛൻ ഈ ഫോൺസ് ഒരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും ഒക്കെ കൊടുക്കാമല്ലോ. എന്തിന്? 3ഉം എനിക്കെന്നെ യൂസ് ചെയ്യാലോ. ഒന്ന് വാട്സ്ആപ്പ്, ഒന്ന് ഫേസ്ബുക്ക്, ഒന്ന് ഓൺലി ഫോർ കോളിംഗ് പർപ്പസ്. പിന്നെ അരമനയിൽ വൈഫൈ ഫ്രീ അല്ലേ. അപ്പൊ സ്കൈപ്പ്. കഴിഞ്ഞ ആഴ്ച കൺവെൻഷന് വെച്ച് ഫാദർ പ്ലാനങ്ങാമോട് എന്നോടെ വാട്സ്ആപ്പ് നമ്പർ ചോദിച്ചപ്പോ എന്റെ ഡെന്നി ഞാനങ്ങ് ചൂളിപ്പോയി. ഇനി അതുണ്ടാവരുത്. അപ്പൊ ഓക്കെ ഗ്യാസ്, താങ്ക് യു. സൂക്ഷിച്ച് ഉപയോഗിക്കണേ. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഈ മൊത്തത്തിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്ത്? നിങ്ങളാരാ? Who are you? Where are you from? Why did you touch my hand? ഞാൻ അച്ഛൻ്റെ കയ്യിലെ മുത്തി. ഇത് ജോൺ. ഇവന്റെ കൈ ഇതുപോലുള്ള ഒരുപാട് നമ്പറുകളുണ്ട്. അച്ഛനറിയുന്ന ആളായിരുന്നു. അത് പറയണ്ടേ? ഞാൻ ഡെന്നി കോക്കൻ. ജോൺ ഡോൺ ബോസ്കോ. സാഗർ ഏലിയാസ് ജാക്കി. എന്തേ അങ്ങനെ ഒരു പേര്? ഡെന്നി കൊക്കൻ്റെ കൊക്കൻ വീട്ടുപേരല്ലേ? അതെ. ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജിലാണ്. പേരിൻ്റെ കൂടെ വയ്ക്കാൻ ഒരു വീട്ടുപേരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു പേരിട്ടത്. ഇവൻ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. നമ്മുടെ മേരിയുടെ മോനാ. മേരിയുടെ മോൻ. അതിന്റെ ഡാഗിനി അമ്മ കല്യാണം കഴിച്ചല്ലോ. കുട്ടികളുണ്ടാവും, കല്യാണം കഴിക്കണമെന്നുണ്ട്. നാണം കിട്ടവൻ എന്തൊക്കെയാ പറയണേ? ഇവൻ ഈ കാണുന്ന പോലെയൊന്നുമല്ല. മെന്റലിസ്റ്റാ. ഫ്ലൂട്ടിസ്റ്റോ? അതാണോ ഇഷ്ടം? ഫ്ലൂട്ടിസ്റ്റ് അല്ല, മെന്റലിസ്റ്റ്. മെന്റലിസ്റ്റ്. ഇഡിയറ്റ്സ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയേക്കാൾ യാത്ര ചെയ്തിട്ടുള്ള ആള് ഇവനായിരിക്കും അല്ലടാ. ആരെയും സന്തോഷ് ജോർജ് കുളങ്ങരക്ക്? ബിഷപ്പ്. ഞാൻ തമാശയായി പറഞ്ഞതല്ല. ലോകത്തിൽ 5 മെന്റലിസ്റ്റുകളുടെ പേരെടുത്തല്ല അതിലൊന്ന് ഇവനാ. ഈ ഡയലോഗ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. തിരുമേനി മറന്നുല്ലേ പ്രിയ? ജോണി കുട്ടൻ 2 കസേര എടുത്ത് പുറത്തേക്കിടാ. കളിയാക്കല്ലേ ജോണേ. നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചേ. തുണി വെക്കി കാണിക്കുന്നു. അങ്ങനെ കളിയാക്കി പോകാൻ പറ്റില്ല. ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്നാ ജോൺ ഡബ്ലോസ്കോ ചെന്നാട്ടെ, ഞങ്ങൾ നീങ്ങട്ടെ. ഓക്കെ. എന്നതാ ഇത്? എന്നാ ചോ? ഇത് ലോക്കാണല്ലോടാ. അൺലോക്ക് ചെയ്താ നോക്കട്ടെ അച്ഛോ, എന്റെ ഫോണല്ലോ ഇത്. അച്ഛോ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഇസ് ഇറ്റ് യോസ്? യെസ്, അബ്സല്യൂട്ട്ലി. ശരിയാവുമെന്ന് അറിയില്ല. Give me a hand. Hold it. Hold it. Take off your glass, please. Look at my eyes. Look at my eyes. മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി. എനിക്ക് പണ്ടേ പ്രോബ്ലം ഉള്ള. Think about your password. അതൊക്കെ ഞാൻ ആലോചിച്ചോളൂ. കണ്ടുപിടി. ഇതല്ലടാ ഞാൻ പറഞ്ഞേ, മെന്റലിസ്റ്റാണ്. ഇപ്പൊ എന്നായി? എന്നെയും കൂടെ എന്തെങ്കിലും ചെയ്യുമോ പ്ലീസ്? എന്ത് ചെയ്യാ? ഇതുപോലെ എന്തെങ്കിലും പ്ലീസ്. ബലാത്സംഗം ചെയ്താൽ മതി. അയ്യോ, അതിനെ പെണ്ണല്ലല്ലോ. എന്നാലും എന്തെങ്കിലും ചെയ്യുന്നേ. ശരി, നോക്കാം. ഡെന്നി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിക്കാം. വിചാരിച്ചു. Give me a hand. ഏയ്, ഇത്ര അടുത്ത് വരണ്ട. Give me. Okay. Hold it. Look in my eyes.
Think about that thing. Think about it. Repeat that word again and again. എടുക്കുന്നു. ഒരാളുടെ പേരല്ല. സ്പാനിഷ് ഫ്ലൈ. ഇതൊക്കെ ഇപ്പോഴും ഉപയോഗിച്ചു തുടങ്ങി. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ? ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ച. ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല. അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ. നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമേടയിലായി കിടന്നുറങ്ങിയേ. നമുക്ക് നോക്കാച്ചോ. നല്ല പിള്ളേരാ ജോണേ. വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ ബിസിനസ്സാ. നീ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. അല്ല ചോ, ഇന്നലെ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇപ്പോൾ മിക്ക ടി വിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ, അത് ചിലപ്പോൾ അറിയാതെ ഓണായി കിടന്നതായിരിക്കും. ഇത് അതൊന്നുമല്ല, ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു. ആ, മോളിൽ നിന്നും താഴേന്നും സൈഡിൽ നിന്നും ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അല്ല, ഈ മെന്റലിസം കൊണ്ട് പ്രേതത്തെ ഒഴിപ്പിക്കാൻ പറ്റുമോ? ജോണിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്നത് റിസോർട്ടിൽ വെച്ച് നിങ്ങൾ കണ്ടതല്ലേ. ചില ആളുകൾക്ക് കർത്താവ് അറിഞ്ഞ് ചില ഗിഫ്റ്റ് കൊടുക്കും. ഹി ഹാസ് ദാറ്റ് ഗിഫ്റ്റ്. വാ, നമ്മളിനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കണോ? ആ ഗിഫ്റ്റ് അല്ലടാ പൊട്ട, പിന്നെ കർത്താവിന്റെ കരസ്പർശം. ഉണ്ട. സ്തുതിയുണ്ടച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ മേരി. മെഡിറ്റേഷൻ, ബാർബിക്യൂ, ചിക്കൻ, ഗുഡ് ഗുഡ്. ഒക്കെ ഇവന്റെ പരിപാടിയാണ് അച്ചോ. ആഹാ, നീ ടൗണിലേക്ക് വരുന്നില്ലേ? പണി വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വെക്കണം. ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഡെന്നി മരിച്ചെന്ന് വിചാരിക്കുക. വിചാരിച്ചു. തിണ്ടി. വെറുതെ വിചാരിച്ചാൽ മതി. ഡെന്നി ജീവിച്ചിരിക്കുമ്പോൾ എത്ര ബുദ്ധിയുണ്ടോ എത്ര ശക്തിയുണ്ടോ അതിൻ്റെ 10-1 പോലും ബുദ്ധിയും ശക്തി ഉണ്ടാവില്ല ഡെന്നിയുടെ പ്രേതത്തിൽ. അപ്പ കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അത് പറഞ്ഞപ്പോഴാ ഓർത്തെ. നമ്മൾ പ്ലാന്റ് കുറിയിച്ചപ്പോൾ എന്നാ പറയുന്നത് ജോണേ? കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പുള്ളിയുടെ കൊച്ചുമൻ്റെ മാമോദിസയായിരുന്നു. അതൊക്കെ കൂടിയിട്ട് പുള്ളി വൈകുന്നേരം കൂടി വന്നത്. പാപം. ഇനിയുള്ള കാലമെങ്കിൽ അങ്ങേര് സമാധാനമായി നടക്കട്ടെ കർത്താവേ. പിള്ളേരൊന്നും ശരിയല്ല, ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു എന്ന പുള്ളിയുടെ പരാതി. ഈ കുരിയച്ചന് നിനക്ക് അറിയടാ ഡെന്നി. നമ്മളെ പ്ലാന്റർ കുരിയച്ചൻ കുരിശുമൂട്ടിലെ ഇവന്റെ അപ്പന്റെ വലിയ ഫ്രണ്ടാ കക്ഷി. കുരിശുമൂട്ടിലെ കുരിയച്ചൻ നിങ്ങൾ 6 മാസം മുമ്പ് കാർ ആക്സിഡന്റ് മരിച്ചല്ലേ? അതെ, അൺഎക്സ്പെക്ടഡ് ഡെത്ത്. ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല. പിന്നെ ഇവൻ ഇടപെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയത്. എങ്ങനെ ശരിയാക്കിയത്? 6 മാസം മുമ്പ് മരിച്ച കുരിയച്ചൻ നിങ്ങൾ എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാമോദിസ കൂടിയിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നു? പോയവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഡെന്നി. നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് 2 ദിവസമായി. ഇവിടെ ഒഴിക്കരുത് കേട്ടോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിൽ പേടിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തത്? പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും, അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ? അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ കണ്ട പോലത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചെന്നിരിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ എന്ന് എത്ര ഈസി ആയിട്ടാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നാണോ? ആത്മാവ്, പ്രേതം, പിശാച്, അതിനങ്ങനെയൊന്നുമല്ല. ഒരു തോട്ടൊന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. നമ്മളൊക്കെ പോയാലും ദ തോട്ട് റിമൈൻസ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. പിന്നെ ഗുരുവായൂരപ്പൻ. എങ്കിൽ ഇതിലും വിശ്വസിച്ചാൽ മതിയാവും.
ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ? അല്ല ബോൺ ബോസ്കോ. ഞാൻ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വിളിച്ചു, വിളിച്ചാൽ മതി. തെറി വിളിച്ചോട്ടെ. നമുക്ക് അകത്തേക്കാണ്. ആ നോക്കടാ, സേതുരാമയ്യർ അതേ നടത്തുമല്ലോ. സാറേ, ഒരു ഡോൾഫിൻ ചത്തു വന്നിട്ടുണ്ട്. എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് സായിപ്പന്മാർക്ക് കൊടുക്കട്ടെ? ആ ഒന്നും വേണ്ട, നീ ചെല്ല്. ഇതാരാ? അവരോട് ചോദിക്കുന്നത് എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ വായിൽ നാക്കിൽ നടക്കുന്നത്. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പേര്? യേശു. ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുവിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഈ ഉപ്പേറ്റടിച്ചിട്ടാണ് സാറേ, നല്ല പൂമ്പഴം പോലെ ഇരുന്ന ഞാൻ. ആ, ഇപ്പൊ പുഴുങ്ങിയ പഴം പോലെ. ഇതെന്താ? ഇത് ചിക്കൻ കബൂർ. കബൂർ കഴിക്കണം സാറേ, കഴിക്കണ്ട. ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കൈ കഴുകിയില്ലല്ലോ. ശരിയാ. ഡാ, അത് ഞാൻ പോണ വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ കഴിയിട്ട് പോകുള്ളൂ. അതുപോലെ യേശു രാവിലെ അപ്പിട്ടിരുന്നു? പിന്നെ ഇട്ടു കുറച്ച്. എന്താ ഞാൻ അപ്പിട്ടെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായോ? ഞാൻ ഇടാൻ നോക്കിയാൽ പോകണ്ടേ? അതങ്ങനെ ഇവിടുത്തെ പ്രശ്നമല്ലേ കഴിക്കണത്? പിന്നെങ്ങനെയാണ്? അല്ല, അവൻ കൈ കഴുകിയിട്ടുള്ള അപ്പിയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ജോണേട്ടാ? അതൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? ചുമ്മാ ബ്ലഫ് ചെയ്തല്ലോ. അതൊരാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാൽ മനസ്സിലാവില്ലേ? ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവും? അയാൾ കള്ളം പറഞ്ഞപ്പോൾ കൈ പുറകിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ? ആ, അത്രേ ഉള്ളൂ. ശേ, എന്നാലും കൈ പോയി എന്ന് വെച്ച്. ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ എക്സ്പ്രഷനാ? നിങ്ങൾ മെന്റലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ മെന്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം പ്രിയൻ്റെ മുഖത്ത് പുച്ഛമല്ലേ? ക്യൂരിയോസിറ്റിയാ? അല്ല, പുച്ഛം. എവിടെ? ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ആ, എനിക്ക് കാണും. ആ, എങ്ങനെ? അത് ഈ എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 15. ഇവിടെ എത്ര റൂംസ് ഉണ്ട്? 12. അല്ല, അപ്പൊ ഇപ്പഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാനും അതെ. ഇതാ പഠിപ്പല്ല, നിന്റെ പഠിപ്പ് വേറെ അല്ലേ? എന്ത്? സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ. മൂവ് ബാക്ക് പറയും ഷിബുക്കു. എന്താ സംഭവം? ഏയ്, അത് സ്കൈപ്പിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തിരുന്നത്. പറയട്ടെ. ഡെന്നിയുടെ സെറ്റപ്പ് ആണല്ലേ? ഏയ്, നിന്റെ കൈ പുറകിലേക്ക് പോയില്ല. ചെരുപ്പിടാലോ അല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലിൽ ഫോട്ടോ എടുത്തപ്പോൾ കാണാതായത്. എവിടെ ഇരുന്നപ്പോൾ? ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയിൽ. നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എൻ്റെ ഫ്രണ്ടാ. സ്പാനിഷ് ഫ്ലൈ. ഒന്നും നടന്നില്ലായിരുന്നു. ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക് വന്നു. ആ, ഓക്കെ. ഷിബു ഒറ്റയ്ക്കായിരുന്നു? ആ, എന്ത് ചെയ്യായിരുന്നു? പറയ്. അല്ല, സ്കൈപ്പില്. ഓ, അതാണ് ഓൺലൈൻ കോഴ്സ്. എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ഞാൻ ഡീസൻ്റ് ആണ്. ആ, അല്ല, ഞാൻ ഡീസൻ്റ് ആണ്. ഓ, ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. ആ ശരി. കിട്ടാത്തോണ്ടല്ലോടാ നാളെ നീ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ പ്രേതം. ഇവിടെ ഒന്നുമില്ലെന്നേ, നിങ്ങൾക്ക് വെറുതെ തോന്നണത്. അയ്യോ അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തുണ്ട്. നോക്കട്ടെ മൊബൈൽ. ഒരു ചുക്കൂല്ലെന്നേ? അല്ല, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആള് വല്ലതും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം, അറിവുണ്ട് കണ്ടു. അല്ല, ഇന്നലെ പ്രേതം വന്ന ഈ TV-യിലാണ്. പ്രേതമില്ലല്ലോ, നിങ്ങളല്ല വന്നേ. അതിന് ഞാൻ ഇവിടെ നിൽക്കാട്ടോ. സച്ചിൻ പോയ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല. എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ്.
നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി അതിനില്ല. ജോൺ, എന്നെ തല്ലിയാലും കൊന്നാലും എനിക്ക് മറിച്ചൊന്നും പറയാനല്ല സാറേ. 22-ാം തീയതി രാവിലെ ഞാൻ മേഴ്സിക്കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ. വില കൊണ്ട് ഒത്തില്ല. പിന്നെ ഞാൻ നേരെ കോതോക്കലത്തേക്ക് പോയി. അവിടെ വേറെ സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ സൈബർ സാറിന്റെ. ഇത് നമ്മുടെ വയറ്റിപ്പഴമല്ലേ സാറേ. മേഴ്സി എനിക്ക് പെങ്ങളെ പോലെയായിരുന്നു സാറേ. ഞാൻ അവളെ കൊല്ലൂല. ഇനി എന്നെ തല്ലല്ലേ സാറേ. കേട്ടില്ലേ? 2 ആഴ്ച ചോദ്യം ചെയ്തിട്ടും അവ ഇത് തന്നെ പറയണം. അയാൾ ഇത് തന്നെയാണ് പറയുന്നതെന്നാണോ, ഇത് മാത്രമാണ് പറയുന്നതെന്നാണോ? ഓൾമോസ്റ്റ് വേർഡ് ബൈ വേർഡ്. വൈ? Then he is lying. തെറ്റ് ചെയ്യാത്ത ഒരാളെയാണ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ അയാൾ ചൂടാവും, അതല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂട്ടിച്ചേർത്ത് അയാൾ സ്റ്റേറ്റ്മെന്റ് കൺവിൻസിങ് ആക്കും. ഹി ഈസ് റിപ്പീറ്റിംഗ് ദ സെയിം തിങ് മീൻസ് ഇറ്റ്സ് ബിൻ റിഹേഴ്സ്ഡ്. അദ്ദേഹത്തിൻ്റെ ടൊണാലിറ്റിയിലും പ്രോബ്ലംസ് ഉണ്ട്. സോ യു തിങ്ക് ഈസ് ദ ക്രിമിനൽ? ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരാൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ മനസ്സിലൊരു കാര്യം ആലോചിക്കുന്നു. അത് കള്ളമാവാം, സത്യമാവാം. എൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കില്ലല്ലോ മറ്റൊരാൾക്ക്. രണ്ടുപേരുടെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? ആണെന്നുള്ളതാണ് സത്യം. മുഖങ്ങൾ മാറും, പാറ്റേൺ റിപ്പീറ്റ്സ്. എടാ, ഇത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യണം. പല കേസുകൾക്കും ഇത് ഹെൽപ്ഫുൾ ആവും. പിന്നെന്താ, പൈസ തന്നാൽ മതി. അല്ല, എന്താ ഇനി പ്ലാൻ? ഇവിടെ തന്നെ ഉണ്ടാവോ അതോ പഴയ വില ഓടിപ്പോവും? അതറിയായിരുന്നെങ്കിൽ ലൈഫ് എന്തൊരു ബോറായി പോയാണ്. അവൻ ഒറ്റ ചവിട്ടിനും ഡാ, ഇവിടെ വാടാ. ഞാൻ പറഞ്ഞോ. പോലീസ് ആദ്യത്തെ പൊക്കി കാണും. ഫ്രോഡല്ലേ? വള്ളിനിക്കരായിട്ട് വരുന്നാണ്ടില്ലേ? ഡോക്ടർ സണ്ണിയുടെ കോസ്റ്റ്യൂം ഇട്ട് നമ്മൾ പറ്റിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ പോകാന്ന് പറഞ്ഞിരിക്കുക മാലിനി. ഉള്ള ഡോക്ടർ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറയാവുള്ളൂ. ആ, മോർണിംഗ്. മോർണിംഗ്. ഇതൊക്കെ എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സാണ്. ഡെന്നി, ഷിബു, പ്രിയൻ. ഹായ്. ഇവർക്ക് ഇവിടെ നല്ലൊരു ഉഗ്രൻ റിസോർട്ട് ഉണ്ടാ. ഓ, ഇസ് ഇറ്റ്? യു ഷുഡ് വിസിറ്റ് സം ടൈം. ഡെഫിനറ്റ്ലി, നെക്സ്റ്റ് ടൈം. അപ്പോൾ ശരി. എടാ, നീ നാളെ വീട്ടിൽ വരില്ലേ? എടാ ഒരു മിനിറ്റ്. ഓക്കെ. നീ എന്നെ മൊബൈലിൽ കാണിച്ച് കക്ഷിയായിട്ടൊരു മീറ്റിംഗ് നാളെ അറേഞ്ച്. ഷുവർ. ഇത് നമ്മളെ വലയ വീട്ടാനുള്ള പുതിയ നമ്പർ. അല്ല, ഇത് കമ്മീഷണർ തന്നെ. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട് സ്കൈപ്പില TV-യിൽ. ഓക്കെ. ആകാശ് കുര്യൻ ഏതെങ്കിലും കമ്മീഷണർക്ക് പേര് കേട്ടിട്ടുണ്ടോ? ദേവൻ IBS ഇന്ത്യൻ ബിരിയാണി സർവീസ്. എന്താ കമ്മീഷണർക്ക് ഇവിടെ? ചില കേസുകൾക്ക് ഞാൻ അവർക്ക് കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. ആ, പുതിയ തള്ളു വേറെ എന്താ? റിസോർട്ടിലെ പ്രേതമല്ലല്ലോ ഇപ്പം നിങ്ങളുടെ പ്രശ്നം. അതെ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. വേണ്ട, യു ആർ ഫ്രീ ടു ലീവ്. അല്ല, അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോയാൽ എങ്ങനെ ശരിയാവണേ? അതെ, പ്രേതത്തിനെ പേടിക്കണ്ട, അതിന് ശക്തിയില്ല എന്നൊക്കെ നിങ്ങൾ വലിയ ഡയലോഗ് അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ നിങ്ങൾ തള്ളിയിട്ട് ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യൂടാ? ഇതേ കൊക്കുമാരത്തെ എനിക്ക് ശരിക്കറിയില്ല. എന്താ കാണിക്കണ കോക്ക? കാണിച്ചു. എന്താ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല അമ്മ, കണ്ടില്ല? ഇത്രേ ഉള്ളൂ സംഭവം. ഡെന്നിയെ ഞാൻ ചൊറിഞ്ഞു, ഡെന്നി എന്നെ തള്ളി. ഇത് തന്നെ അവിടെ സംഭവിച്ചുള്ളൂ. ഞാൻ അതിനെ ചൊറിഞ്ഞു, അത് റിയാക്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്താ പിള്ളേരെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അതിൽ തീർന്നില്ലേ? ഇവരൊക്കെ തന്നെയല്ലേ പ്രശ്നം. ഞങ്ങളെന്ത് പ്രശ്നം? മമ്മ, ഇവരുടെ റിസോർട്ട് അടിച്ച് മാറ്റാൻ വേണ്ടി ഞാനും മമ്മയും കൂടി അവിടെ പ്രയത്നം ഇറക്കിയെന്നവർ വിചാരിച്ചിരിക്കണേ. അങ്ങനെ വിചാരിക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? എനിക്കെന്തിനാ പിള്ളേരെ നിങ്ങളുടെ റിസോർട്ട്? നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മമ്മ, മമ്മ ചിലപ്പോൾ അതിനകത്ത് വിഷം ചേർത്തുണ്ടെങ്കിലോ, അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചോളൂ. എടാ പിള്ളേരല്ലേ. അതന്നെ. ചായ വേണോ? കാപ്പി മതി. മമ്മ, വിഷം ചേർക്കേണ്ട ഒരു 3 കാപ്പി. Done. നിങ്ങളെക്കുറിച്ച് 100 കഥകളാണല്ലോ ബൈ കേൾക്കുന്നത്. ഓ, എന്താണോ കേട്ടത്? ഞാനും ഡാഗിനിയും തമ്മിൽ എന്തെങ്കിലും അവഹിതം ഉണ്ടെന്നാണോ? നമ്മുടെ നാട്ടുകാരല്ലേ. എൻ്റെ ലൈഫ് വളരെ സിമ്പിളാണോ? ഇതാണോ സിമ്പിൾ? ഷെർലക് ഹോംസ് ആകാനായിരുന്നു കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഊച്ചാടി ഫ്ലാഷ് ബാക്ക്. അതിനുവേണ്ട സെറ്റപ്പൊന്നും ഓഫനേജില്ലല്ലോ. കോളേജിൽ വെച്ച് മമ്മയെ പരിചയപ്പെടുന്നത് ഒരു ടേണിംഗ് പോയിന്റ്. ചൂണ്ടിടാൻ ബെസ്റ്റാ. ക്രൂയിസിൽ ജോയിൻ ചെയ്യുന്നത് വേറൊരു ടേണിംഗ് പോയിന്റ്. ഇപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് പുതിയൊരു ടേണിംഗ് പോയിന്റ്. അത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങളും. ടേണിംഗ് പോയിന്റ് പെരുന്നാളാണല്ലോ. കപ്പലിൽ എന്തായിരുന്നു ജോലി? കപ്പിത്താൻ. ഇതൊക്കെ തന്നെ, പ്രോഗ്രാം, ഷോസ്.
കുറച്ച് സമയം ജോലി, കൂടുതൽ സമയം യാത്ര, പഠിത്തം, ബുക്സ്, റിസർച്ച്. രസമല്ലേ? മെക്കൽപ്പ ജോൺ. ഉം? അല്ല, സോറി. അതിനിപ്പോൾ വേറെന്താ പറഞ്ഞ? മെക്കൽപ്പ, സോറി. അത് കാര്യാക്കണ്ട. ഇവൻ ഇടയ്ക്കൊക്കെ എങ്ങനെയാ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനൂപ് മേനോൻ. അവന് ഈ സ്വഭാവമാണ്. അതെ, ഇന്നലെ അവിടെ നടന്നൊക്കെ സത്യമാണോ? ശരിക്കും അവിടെ പ്രേതമുണ്ടോ? നിങ്ങൾക്ക് അതുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്നറിയാം. ഇല്ല. ഒരു തിരക്കുള്ള റോഡിൻ്റെ 2 സൈഡിൽ നിൽക്കാം നിങ്ങളോ അവർ. നിങ്ങൾക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നടുക്കുള്ള ട്രാഫിക് ഇല്ലാതാവണം. നിങ്ങളുടെ ചിന്തയാണ് ഈ ട്രാഫിക്. ഓഹോ, നിനക്ക് വല്ലതും മനസ്സിലായോ? പിന്നെ ട്രാഫിക് ബ്ലോക്ക് അല്ലേ? ഡെന്നി, എന്തോ? എനിക്ക് ആ സുഹാനിസയെ ഒന്ന് പരിചയപ്പെടാൻ പറ്റുമോ? എന്തിന്? ആ, അതിനെന്താ? സൂംബ ക്ലാസ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ കഥയിലെ കുരുക്കിന്റെ കീ ചിലപ്പോൾ ആ കുട്ടിയുടെ കയ്യിലായിരിക്കും. ഏയ്, അവള് ഭയങ്കര അലമ്പാട്ടോ ഡോൺ. ഓക്കെ, ഞാനിപ്പോൾ പ്രിയനെ ടച്ച് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ അത് ഫീൽ ചെയ്യുന്നത് അനുജയ്ക്കായിരിക്കും. ഓക്കെ? ഓക്കെ. Did you feel it? നോ. ചമ്മി. Okay. Close your eyes. Close. കൈയടിച്ചേക്ക്, പയ്യനൊന്ന് ചൈൻ ചെയ്യട്ടെ. കള്ളം പറയുന്ന അത്ര നല്ല സ്വഭാവമല്ല അനുജ. ഉറങ്ങിയോ? കഴിഞ്ഞു. എല്ലാം ഒക്കെ ആയിരുന്നില്ലേ? ഉം? ഹായ്. ഈ ഒരാളെ നുള്ളുമ്പോ മറ്റൊരാൾക്ക് എങ്ങനെയാ വേദന എടുക്കുന്നത്? അതിൽ വലിയ സീക്രട്ട് ഒന്നുമില്ല. ഈ ഇരട്ട കുട്ടികളിൽ ഒരാൾ നുള്ളിക്കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന കേട്ടിട്ടില്ലേ? ആ. അതുപോലെ എല്ലാവരും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. വി ഹാവ് ടു ഫിയർ ഇറ്റ് ഔട്ട്. അത്രേ ഉള്ളൂ. പക്ഷേ പ്രിയനും അനുജും തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ അല്ലല്ലോ. പിന്നെ എങ്ങനെയാ? എല്ലാം പറഞ്ഞ പിന്നെ അതിൻ്റെ സുഖം പോയില്ലേ? Call it a gift. ഓക്കെ. എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ സുഹാനസിക്ക്? ഐ മീൻ എ റിയൽ ഹോട്ട് കോഫി. ഇവളെ പരിചയപ്പെടണമെന്ന് അങ്ങേര് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചത്. ഇത് പ്രേതത്തെ പിടിക്കാനൊന്നുമല്ല. പിന്നെ ഇത് മറ്റേത് തന്നെയാ. ആ മൊട്ടത്തലയും മോന്തയും കണ്ട് അറിഞ്ഞൂടെ? കോഴിയാണ്. വരുന്നുണ്ട്, ആരും മൈൻഡ് ആ, ഞങ്ങൾ അകത്തുണ്ടേ. റൂം ലോക്ക്ഡ് അല്ലല്ലോ? ഓ, പൂട്ടിയിടായിരുന്നു. അല്ല, 2 കോഫി അകത്തേക്ക്. എൻ്റെ അച്ഛനോട് ചോദിക്കും. I'll just be back. അയ്യോ, ആ സ്പാനിഷ് ഫ്ലൈ ഒത്തിരിപ്പുണ്ട്. ആ തണ്ടിക്ക് പുറത്തിരുന്ന് കാപ്പി പിടിച്ചിറങ്ങില്ലേ? മെന്റലിസ്റ്റ് ആവുമല്ലോ വഴിയുണ്ടോടാ? എൻ്റെ 6 മാസത്തെ പണി അവൻ 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുത്തൊന്നും പോണു. ഏയ്, Sorry. There's something really special about your eyes. You know that? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? Can I take one pic? No. Later. No. 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 ഏയ്, അവിടെ പോയിരിക്കും. ഏയ്, ചിരിക്കേ.
കുട്ടിയാവും. നിനക്കൊരു ടെൻഷൻ ഇല്ലടാ. പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ ഇത്. നോക്കണ്ട. അവന്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ലല്ലോ. അവളോട് പഞ്ഞിക്കിട്ടാ. നാളെ വീട്ടിൽ വരില്ലേ? വീട്ടിലാ. I'll try. ട്രൈ ചെയ്താ പോരാ. യു മസ്റ്റ് കം. ഓക്കെ, ബൈ. Bye. ടച്ചിങ്സ്. ബൈ. ഓ ബൈ. എന്തായി? എന്ത്? അവളുടെ മേത്താരുടെ ബാധ കൂടിയതല്ലേ? ഈ ബാധ എന്നൊക്കെ പറയുന്നത് മനുഷ്യരെ പറ്റിക്കാനുള്ള ചിലരുടെ നമ്പറല്ലേ? ഷീസ് പെർഫെക്റ്റ്ലി നോർമൽ. പാവം കുട്ടിയില്ലേ? വെറുതെ തെറ്റിദ്ധരിച്ചു. അപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരാളുണ്ട്. സുഹാനസ് അല്ലെങ്കിൽ പിന്നെ അതാരാ? അതിന് ഞങ്ങളോട് ഇത്ര ദേഷ്യം എന്താ? ജോൺ, വാട്ട്സ് ദ സൊല്യൂഷൻ? I don't know. I'll try. എടാ ജോണേ, ഈ കൊളസ്ട്രോൾ അങ്ങ് പിടിവിടുന്നില്ലടാ. മെഡിറ്റേഷൻ കൊണ്ട് വല്ല കുറവും ഉണ്ടാവോ? എങ്കിൽ പിന്നെ ഈ ഉറക്കം കളഞ്ഞുള്ള നടത്തം രാവിലെ അങ്ങ് ഒഴിവാക്കാമായിരുന്നേ. പ്രാർത്ഥനയേക്കാൾ വലിയ മെഡിറ്റേഷൻ ഉണ്ടാച്ചോ? ഈടായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലടാ. ഞാൻ നിന്നെ കണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഇരുന്നതാ. അച്ചോ, ആ പിള്ളേർ നല്ലവരാണോ അച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഈ റിസോർട്ട് വാങ്ങിച്ച പിന്നെയുള്ള പരിചയമുള്ളൂ എനിക്ക്. അതെത്ര മുമ്പാ? ഒരു കൊല്ലമായി കാണും. എന്താടാ? കുറെ നേരമല്ലോ നീ ഇതും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് മുഴുവൻ ഞാൻ ഈ ക്യാമറയോടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇത് ക്യാച്ച് ചെയ്യും. ഹൈ സ്പീഡിൽ ചെക്ക് ചെയ്താൽ മതി. ആര് പറഞ്ഞു? യൂട്യൂബ്. ഓ അത്രേ ഉള്ളോ? ഞാൻ വീഴ്ച വേറെന്നില്ല, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കും. അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അല്ലടാ, ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണിച്ചുതരാം. ഈ കോഞ്ചറിംഗ് ഒക്കെ പണ്ട് അമേരിക്കയിൽ നടന്ന സംഭവമല്ലേ? അത് അമേരിക്കല്ലേ, ഇത് ഇന്ത്യ. പട്ടിണി പാവങ്ങളുടെ കൂട്ടിക്കൊടുക്കുക ഇന്ത്യ. ഓടാട് നോക്കടാ. കാണിച്ചേ. ബാത്റൂം ഡോർ ഓപ്പണായി, ലൈറ്റ് ഓണായി. ഇന്ന് മുഴുവൻ ഈ റൂം ലോക്ക്ഡ് ആയിരുന്നില്ലേ? ഇവിടെ എന്തുണ്ട്? എന്ത്? എനിക്കും ഫീലിംഗ് ഉണ്ട്. ആരാത്? എവിടെയാടാ? അതിൽ തുറന്നു, അടഞ്ഞു, ലൈറ്റ് ഓണായി അല്ലേ? ആപ്പിൾ വേണമെന്നോ?
ചെല്ലടാ. ഓ വിളിച്ചതാണല്ലേ. അയ്യോട്ടോണേ, ഞാൻ എൻ്റെ അകത്തേക്കില്ല. അതല്ല, എൻ്റെ ലാപ്ടോപ്പ് തുറന്നാൽ സ്പാനിഷ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യും. ഇയാള് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേ? എനിക്ക് എങ്ങനെ കുട്ടിയെ പരിചയം? ആരത്? മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, അപ്പോഴേ ഒരു ഫോട്ടോ. ഈ മുഖം ആരുടെയാണെന്ന് എനിക്കും അറിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മുറിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. സോ യു ഗൈസ് ഹാവ് ടു ഹെൽപ്പ് മീ. സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗോഡ് പ്രോമിസ്. ഞങ്ങൾ നുണയാണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബൈ. നിങ്ങൾ വലിയ മെന്റലിസ്റ്റും മൈൻഡ് റീഡറും ഒക്കെ അല്ലേ? ഡെന്നിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? എവിടെ നിന്ന് കിട്ടാനാ? ഭാര്യയായിട്ട് എന്നെ വല്ലതും നടന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പ്രിയൻ, എനിക്കും എൻ്റെ ഭാര്യയായിട്ട് ഒരു കണക്ഷനില്ല. ഒരിക്കൽ റെഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. എപ്പോ? അല്ല, പോയിന്നുള്ളൂ. അവിടെ ചെന്നപ്പോ അച്ഛനുണ്ടായിരുന്നു അവിടെ? അല്ല, അച്ഛനെ ഓർത്തപ്പോ ഇറങ്ങി പോന്നു. ഷിബുവിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടി. കോളേജ് തൊട്ട് ഇങ്ങനെയാ. ഇവനെ ആരെ പ്രേമിച്ചാലും കരക്കാർ കെട്ടിക്കൊണ്ട് പോകും. ഇവനിങ്ങനെ ഇരിക്കും, പഴം പോലെ. ഷിബു പറയണം. ഐ എം സ്റ്റിൽ എ വെർജിൻ. അപ്പം നിന്റെ സണ്ണി ലിയോണിനെ പോലുള്ള അമേരിക്കൻ ഗേൾ ഫ്രണ്ടോ? അതെൻ്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുമായിരിക്കും. പോയടാ. ഏയ് നോക്കട്ടെ. ഓ, നൈസ് വാച്ച്. ഗിഫ്റ്റ്? ഏയ് ഗിഫ്റ്റ് പോലെ. എഴുസിനി നീ ഇത് പറ. യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ സത്യത്തിൽ യേശുവിന്റെ ബർത്ത്ഡേ എന്നാ? ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ? അപ്പൊ പിന്നെ പുള്ളി എന്നാ മരിച്ചത്? മുറ്റടിക്കാൻ തുടങ്ങി അപ്പൊ തുടങ്ങിക്കോളൂ ഓരോ സംശയങ്ങളും ചോദ്യങ്ങളും. ഈ കുരുട്ടടയ്ക്ക് മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ ചാവും. ഞാൻ ബൈബിളിലെ കാര്യമല്ലേ ചോദിച്ചാൽ ഏയ് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ യേശു. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കണല്ലോ സാറേ. ചെറുപ്പത്തിൽ എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. നല്ല ടീഷർട്ട്. 100 രൂപ സാറേ. സാറിന്റെ മറ്റേ മൈക്രോവേവ് പരിപാടി ഇല്ലേ? മൈക്രോ അവനല്ല, മൈക്രോ എക്സ്പ്രഷൻ. അന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ കുറെ നോക്കിയതാ. അതിനൊക്കെ കുറെ സമയം എടുക്കും യേശു. എനിക്ക് തന്നെ 10-20 കൊല്ലം എടുത്തു. ഈ റിസോർട്ട് തോമസ് സാർ പണിയുമ്പോൾ മുതൽ യേശു ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലല്ലേ? അല്ല, അവർ അമേരിക്കയിൽ ഷിഫ്റ്റ് ചെയ്ത് പോയില്ലേ ആ കൊച്ചിന് അസുഖം വന്ന പിന്നെ? ഏത് കുട്ടിക്ക്? തോമസ് സാറിന്റെ മോക്ക്. ആ കൊച്ചിന്റെ പ്ലാനല്ലേ ഈ റിസോർട്ട് മുഴുവൻ സാറേ. ഓ, ആർക്കിടെക്റ്റ് ആയിരുന്നല്ലേ? അതറിയാൻ പാടില്ല. എന്താ കുട്ടിയുടെ പേര്? മായ. കൂതറ ഫോണാണല്ലോ, ബ്ലൂടൂത്ത് ഉണ്ടോ? ഇതല്ല കുട്ടി. ഇതാരാണ്? അറിയില്ല. എനിക്ക് ഒറ്റ പ്രാവശ്യം ഒരാളൊക്കെ ഉണ്ടാൽ മതി, അപ്പം അറിയാൻ പറ്റും. ഓ, എന്തായിരുന്നു തോമസ് സാറിന്റെ മോളുടെ അസുഖം? അസുഖം? എന്തസുഖം? ഒരു അസുഖം ഉണ്ടായില്ലല്ലോ. യേശു നിക്ക്. ഏയ് നിക്കാൻ സാറേ. ഞാൻ പറഞ്ഞില്ലേ 100 സത്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പറടാ, എന്താ കുട്ടിക്ക് പറ്റിയത്? സാറേ, തോമസ് സാറിന്റെ മോളുടെ അസുഖത്തിന്റെ കാര്യം ആരോടും പറയുന്നത് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എന്നെ നശിപ്പിക്കരുത്. അയ്യോ, ഞാൻ അത്രക്കാരനല്ല സാറേ. എന്നെ നശിപ്പിക്കരുത് പ്ലീസ്. താങ്ക് യു. അമേരിക്കയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പം തിരിച്ച് ദുബായിൽ പഴയ ഫേമിൽ ജോയിൻ ചെയ്തു. തോമസ് സാർക്ക് ഇപ്പോൾ അവിടെയാണ്.
ഷീസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അവിടെ തോമസ് സാറൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ്. ഓ, ഇത്ര പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തോ? ആരെ ചേർക്കാൻ? അതവിടെ വലിയ കാര്യം. താൻ തന്റെ ഒടുക്കത്തെ മെന്റലിസം വെച്ച് കണ്ടുപിടിച്ച പോലെ മായുടെ പ്രേതം അല്ല അവിടെ ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡോൺ വരച്ച പെയിന്റിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? നോക്കാം. ഇല്ലച്ചോ, ഇതിനൊരു തീരുമാനമാവുന്നവരെ ഞങ്ങൾ ഈ പള്ളി വിട്ടു പോവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് എഴുന്നേൽക്ക്. അച്ഛൻ ഞങ്ങളെ കൈവിടല്ലോ അച്ഛോ. എന്താടാ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിലെന്താ മനസ്സിലാവാൻ ഇത്ര ബുദ്ധിമുട്ടാച്ചോ? ഇവരെന്നെ പറഞ്ഞില്ലേ, 3 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ, എന്തിന്, എന്ത് നേടി? അതിന് ഒരു ഉത്തരം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇയാളെ ഞാനിന്ന് കൊല്ലുന്നു. കണ്ണി ചോരണ്ട് കൊടുത്ത് എനിക്ക്. സോറി, ഞങ്ങൾക്കറിയില്ല. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. സഹായിക്കാൻ പറ്റുവാണെങ്കിൽ സഹായിക്കും. കാല് പിടിക്കാൻ എന്നിട്ടെന്താ കാല് പിടിക്കാത്ത? അവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? എനിക്കവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ജോ. ഐ എം സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, എനിക്കുണ്ടായിരുന്നത് ഇറ്റ് വാസ് എ ഗിഫ്റ്റ്. മേ ബി ഐ ഹാവ് ലോസ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ ആ ശബ്ദം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ട്രൈഡ്, ബട്ട് ഐ എം സോറി. ഞാൻ പോട്ടെ ചോ. എന്നെ വിശ്വാസമില്ല അല്ല, ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. ബൈ. നൈസ് മീറ്റിംഗ് യു. സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ 5 രൂപ ഞാൻ നമ്പർ ഇറക്കിയല്ലേ. നമ്പർ ഇനി അയാളൊരു വില പറഞ്ഞാൽ നമ്മൾ അതിൽ ഉറപ്പിക്കുന്നു. അതത്രേ ഉള്ളൂ. എന്തിനാണോ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇനി ഈ കച്ചവടം കൊണ്ട് മുടക്കാനോ? നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, മനസ്സിലായോ? ഞങ്ങളിത് എങ്ങനെയെങ്കിലും വിറ്റിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയ അത്ര നന്നായിരുന്നു. ഇറ്റ് ഹാപ്പൻഡ് ഹിയർ. ഇരിക്കേ. ഇതാ ഫോട്ടോയിൽ കണ്ടവളല്ലേ? ഇത് ഇവിടുത്തെ ബാത്റൂമല്ലേ? ഡെന്നി, ഈ റൂമിൽ വെച്ചല്ലേ സുഹാനസിയുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത്? അതെ. ദാറ്റ്സ് എ ട്രിഗർ. ജോണിനതെങ്ങനെ അറിയാം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കറൻസ് ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ അതിൻ്റെ ആശ്വാസത്തിലാണ്. ഉണ്ടാവില്ല. ബിക്കോസ് ഷി വാസ് വിത്ത് മീ.
ഇപ്പൊ ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ 2-നാണ് നാഷണൽ ലോ കോളേജിലെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് അവരുടെ ടൂറിൻ്റെ ഭാഗമായി ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ ഈ റിസോർട്ട് മേടിച്ചിട്ടില്ലല്ലോ. അതറിയാം. ഇങ്ങനൊരു വീഡിയോ ഇവിടെ നിന്ന് ലീക്കാവുമ്പോൾ പ്രൈം സസ്പെക്ട് ഈ റിസോർട്ട് തന്നെയാണ്. ഓ, അപ്പൊ അതായിരുന്നല്ലേ അതിന് ഞങ്ങളോടുള്ള ദേഷ്യം. മായോട് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ഷീ വാസ് ഇൻ ചാർജ്. അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ചതി ഉണ്ടാവില്ല. കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അതിവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു. പിന്നെ ആരാണിത് ചെയ്തത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ വീഡിയോ ലീക്കായതിൻ്റെ 4-ാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റലിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുന്നത്. HIV പോസിറ്റീവോ? അയ്യേ, എയ്ഡ്സാ? അപ്പൊ ആള് പെസകായിരുന്നല്ലേ? അവൾ ജനിച്ചു വീണപ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു പ്രിയ. അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനം. അത് അവളുടെ കുറ്റമല്ല. ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി ഈ അറപ്പുണ്ടല്ലോ, അത് വകവയ്ക്കാതെ അവൾ പഠിച്ചത്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലോ കോളേജിലാണ് അവൾ അഡ്മിഷൻ നേടിയത്. സോറി. ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. അനാവശ്യമായിട്ടൊരു സ്റ്റിഗ്മ ഉണ്ടാവണ്ടെന്ന് കരുതി ജോയിനിങ് ടൈമിൽ പ്രിൻസിപ്പൾ തന്നെയാണ് അത് അവിടെ ഉപദേശിച്ചത്. പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്കായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. ഒരു HIV സ്റ്റുഡൻറ്റിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു. അത് വലിയ ഇഷ്യൂ ആയി. പിന്നെ കളക്ടറും മറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ക്ലാര വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയത്. അവൾ ഈ ടൂർ വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു കോളേജിൽ. അവളവിടെ പഠിക്കുന്നതിനെ ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു. എന്തിന്, ഈവൻ മാനേജ്മെൻറ്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു. സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്ന് ആ രാത്രിയിലൂടെ ഉണ്ടായിരുന്നു. അതാരായാലും ഹീസ് എ ബൗണ്ട് ക്രിമിനൽ. HIV പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടർ അസസിനേഷൻ പൂർണ്ണമായല്ലോ. ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ. ഇതിനു മുമ്പത്തെ ഇഷ്യൂസ്, ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ. ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണും. അവളുടെ വെറും ഒരു ജീവിതമായിരുന്നില്ല. ഷി വാസ് സ്പെഷ്യൽ ആൻഡ് ഷി ഡിസേർവ്സ് ദ ആൻസേഴ്സ്. ഹൂ, വൈ, വാട്ട് ഡിഡ് ദേ ഗെയിൻ? ഞാൻ ഇതിന് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് ആസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ, ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ്. ട്രൂ. മെച്യൂർഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല. ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർ റൈഡ്സ് യുവർ സെൻസസ്. ലോ ക്യാൻ ബി ഡിലേഡ് ബട്ട് നോട്ട് ഡിനൈഡ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹി വിൽ ബി ബിഗർ ത്രെറ്റ് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ. ഐ കൻ അലൗ ദാറ്റ്. അന്ന് റിസോർട്ടിലുണ്ടായിരുന്ന എല്ലാവരും നിങ്ങൾ പറഞ്ഞ പോലെ ലൈബ്രറിയിൽ അസംബ്ലി ചെയ്തിട്ടുണ്ട്. ഷാൽ വി മേക്ക് എ മൂവ്? ഈ വക തോന്നിയാസത്തിനൊക്കെ കോളേജ് കൂട്ടി നിൽക്കേണ്ട കാര്യമുണ്ടോ സാർ? കോടതിക്കും പോലീസിനും ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ഇയാളുടെ മെന്റലിസം കൊണ്ട് കണ്ടുപിടിക്കുമെന്നാണ് സാർ പറഞ്ഞു വരുന്നത്. ഹി ഹാസ് ഡൺ ഇറ്റ് ഇൻ ദ പാസ്റ്റ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ തന്നെ വന്നത്. ഷാൽ വി? യെപ്പ്. മാഡത്തിന് ഈ സാറുമായിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ? അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ മാഡത്തിനില്ല. ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഇസ് ഹിയർ നൗ. പോട്ടെ. ഇയാളിതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം.
Hi, good morning, students. This is Akash Kurian, Commissioner of Police, and this is Mr. John, a mentalist. They will ask you some questions. Please cooperate. The place is all yours. You can proceed. താങ്ക് യു. ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ചൊരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ക്ലാര ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിൽ ഒരാളാണ്. ആ ആളിപ്പം എൻ്റെ മുന്നിലുണ്ട്. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാരാണെന്ന് കണ്ടുപിടിക്കുക, അയാളെ ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചാവിച്ച് പിരിയുക. അത്രേ ഉള്ളൂ. ഓക്കെ, കം. അപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം Sit. അതാരാണെന്ന് കണ്ടുപിടിക്കുക, Play it one by അയാളെ one. ശിക്ഷിക്കുക, ഹാപ്പി ആയിട്ട് ചാവിച്ച് പിരിയുക. Shock. She can leave. Dukkam. He can also leave. Tensed. He should stay. പിടിച്ച് No. Yes. Group all the selected ones. No. No. Yes. No. No. Yes. Yes. No. ഈ 8 പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം. ഇതിലൊരാളാണ്. Keep monitoring. Come. ഇവനായിരിക്കും. എങ്ങനെ പരിചയമുണ്ടോ? എനിക്ക് ചോദിച്ചൂടെ? യെസ്, HIV പോസിറ്റീവ് ഒരു പെൺകുട്ടി ഈ കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത് ഞാൻ തന്നെയാണ്. സോ വാട്ട്? റോണിക്ക് ക്ലാരയെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തിന്? ദിസ് ഇസ് നോൺസെൻസ്. താങ്ക് യു. അമൃത, നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു. വൈ? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. She is my daughter. ഓ, ഒന്നെങ്കിൽ ജോൺ, അല്ലെങ്കിൽ കുറ്റവാളി, അതുമല്ലെങ്കിൽ പ്രേതം. ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല. ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം. നീ അവിടെ മാറിക്കിടക്ക. നേരത്തെ സംസാരിച്ചപ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞില്ല. എന്താണ്? ക്ലാര പേഷ്യൻ്റ് ആണെന്ന് അറിയാമായിരുന്നത് സാറിന് മാത്രമായിരുന്നു. അതെ. പിന്നെ എങ്ങനെ ആ ന്യൂസ് കോളേജിൽ ലീക്കായി? ആരാ അത് ചെയ്തത്? സാർ അന്വേഷിച്ചല്ലേ? ഇറ്റ് വാസ് എ നോൺ ഫാക്ട്. ക്ലാരയുടെ കുട്ടിക്കാലത്തെ ഓർഫനേജ് പിക്ചേഴ്സ് അതൊക്കെ ഇവിടെ വലിയ ന്യൂസ് ആയിരുന്നല്ലോ. എനിബഡി കുഡ് ഹാവ് ഡൺ ഇറ്റ്. യു ആർ ലൈങ്. What nonsense! Stop this mockery. ഞാൻ പറഞ്ഞല്ലോ സർ, ദിസ് ഇസ് ഒഫീഷ്യൽ. യു വിൽ ഹാവ് ടു ആൻസർ ഇറ്റ്. ടെൻസ്ഡ് അല്ല, ഗിൽറ്റ്. കൺഫ്യൂസ്ഡ്. സാറിനറിയാം ആരാ ന്യൂസ് പുറത്തു വിട്ടേന്ന്. സാറാണ്. But why? You had a physical attraction and she refused. No. പിന്നെന്തിന് സാർ ആ ന്യൂസ് ലീക്ക് ചെയ്യണം? You loved her like your daughter. Daughter. അമൃത. Please, put her out of this. പക്ഷെ മോൾക്ക് വേണ്ടി സാർ എന്തിന് ക്ലാരയുടെ കരിയർ നശിപ്പിക്കണം? നോ റൊമാൻറ്റിക് ആംഗിൾ, നോ സെക്ഷൽ ഡിസൈർസ്, അക്കാഡമിക് ഇഷ്യൂസ്. അക്കാഡമിക്സ് അതിനെന്തായിരിക്കും? ക്ലാര അമൃതയേക്കാൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു.
സാർ മകൾക്ക് വേണ്ടി ആഗ്രഹിച്ചതെന്തോ അത് ക്ലാര നേടി. How dare you? എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? തന്റെ പപ്പ ആരാ? ആ? You sit there. Sit. You have no right to talk to him like this. You just don't have any right. You sit there, please. Please tell him to watch his words, sir. Yeah. Wait. Come. Look at me. അച്ഛൻ പറഞ്ഞ് ക്ലാരയുടെ അസുഖത്തിൻ്റെ കാര്യം അമൃതയ്ക്ക് അറിയായിരുന്നു. നിങ്ങളുടെ കോളേജിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ആ വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനാ അമൃത അത് ചെയ്തത്? ഞാനല്ല ചെയ്തത്. You are lying, Amrita. But why? അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. എന്റെ പപ്പ ആരാന്നോടോ തന്റെ വിചാരം? അമൃത ആരെങ്കിലും പ്രേമിച്ചിരുന്നു സർ? No, not to my knowledge. അമൃതയ്ക്ക് ഒരിക്കലും വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. Because she has not seen a better man than her father. ചെറുപ്പം മുതൽ അമൃത കണ്ടു വളർന്നത് ഏറ്റവും സക്സസ്ഫുള്ളായ തൻ്റെ അച്ഛനെയാണ്. പേഴ്സണലി, പ്രൊഫഷണലി, ഫിസിക്കലി ദ മോസ്റ്റ് പെർഫെക്റ്റ് മാൻ. ഫാദർ ഫിക്സേഷൻ. അതാരാ? നിന്റെ അമ്മാവൻ. എടാ, സ്വന്തം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നൽ. ഈ കോളേജിലെ ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഡ്രീമാണ് ബോറിൻ ഫെലോഷിപ്പ്. As the only Malayali lawyer who has won this before, I am privileged to pass this honor to my favorite student, Clara. God bless you. ക്ലാരയ്ക്ക് ആ സ്കോളർഷിപ്പ് കിട്ടിയതിനേക്കാൾ അധികം അമൃതയെ വേദനിപ്പിച്ചത് അച്ഛൻ അന്ന് ആ സ്റ്റേജിൽ വെച്ച് അവളെ അത്രയധികം അപ്രീഷിയേറ്റ് ചെയ്തതാണ്. Am I right, അമൃത? Tell me. She did it. ക്ലാരയുടെ HIV ന്യൂസ് പോസ്റ്റ് ചെയ്തത് ഇവളാണ്. അവളുടെ പ്രായത്തിൻ്റെ ഒരു മിസ്റ്റേക്ക്. അതിന് അവളുടെ ഫ്യൂച്ചർ നിങ്ങൾ സ്പോയിൽ ചെയ്യരുത്. ഡോണ്ട് ഹൈഡ് ഇറ്റ് മോളു. Tell me. അച്ഛൻ പറഞ്ഞ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആദ്യം ക്ലാരയെ പരിചയപ്പെടുമ്പോൾ എനിക്ക് സിമ്പതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവള് പോപ്പുലറായി, എലക്ഷൻ വിൻ ചെയ്തു, ക്ലാസ് ടോപ്പറായി. അമൃതയോടുള്ള അച്ഛൻ്റെ സ്നേഹം ക്ലാരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അമൃത സംശയിച്ചു. And that hurt you most. ക്ലാരയുടെ അസുഖത്തിന്റെ ന്യൂസ് ലീക്ക് ചെയ്തോ അവള് കോളേജിൽ നിന്ന് എക്സ്പെൽ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുവഴി അമൃത ആഗ്രഹിച്ചിരുന്ന സ്കോളർഷിപ്പ്, അച്ഛൻ്റെ അറ്റൻഷൻ എല്ലാം തിരിച്ചു വരുമെന്നല്ലേ? അമൃതയാണിത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടും സാർ ഒന്നും ചെയ്തില്ലേ? അതിന് പ്രായശ്ചിത്തമായി നീന ആ റൂം വെക്കറ്റ് ചെയ്തപ്പോൾ ഇവൾ ക്ലാരയുടെ റൂംമേറ്റ് അവൻ തയ്യാറായി. That was it. അമൃതയുടെ പ്രശ്നങ്ങൾ പക്ഷെ അതുകൊണ്ടും തീർന്നില്ലല്ലോ. HIV ഇഷ്യൂവിൽ കളക്ടർ അടക്കം ഇടപെട്ട് ഒരു വലിയ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടായി. ക്ലാര ഈ കോളേജിൽ തന്നെ തുടർന്ന് പഠിച്ചു. അമൃതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തായി.
ഗുഡ് ഇനഫ് റീസൺസ് അല്ലേ അമൃത? ദിസ് ഈസ് ദ ലിമിറ്റ്. ക്ലേരയുടെ മരണമായിട്ടോ അതിലേക്ക് ലീഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പായിട്ടോ ഇവൾക്കൊരു ബന്ധവുമില്ല. അന്ന് ടൂറ് പോയപ്പോൾ റിസോർട്ടിലും ക്ലാരയുടെ റൂംമേറ്റ് അമൃത തന്നെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. സോ വാട്ട്? നോ, ഐ ആം ജസ്റ്റ് തിങ്കിങ്. അമൃത, അന്ന് റിസോർട്ടിലെത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്ന് പറയാം. ഐ ഡോണ്ട് റിമെമ്പർ. ഒരു വർഷം മുമ്പത്തെ കാര്യമല്ലേ? ക്ലാരയ്ക്ക് ശേഷം ബൊറൈൻ ഫെലോഷിപ്പ് കിട്ടിയ കുട്ടിയല്ലേ അമൃത? മെമ്മറി അത്ര വീക്കാവില്ലല്ലോ. ഓർമ്മയുള്ളത് പറഞ്ഞാൽ മതി. അന്നുച്ചയ്ക്ക് ഞങ്ങൾ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്തു, ഫ്രഷനപ്പായി, ലഞ്ച് കഴിച്ചു, ഔട്ടിങ്ങിന് പോയി തിരിച്ചു വന്നു. പിന്നെ ഈവനിങ്ങിൽ വി ഹാഡ് എ ഗെറ്റ് ടുഗെദർ വിത്ത് എ ക്യാമ്പ് ഫയർ. ക്യാമ്പ് ഫയറിനിടയിൽ എന്തിനാ അമൃത റൂമിൽ പോയത്? ആര് പറഞ്ഞു? Come on, sir. This is harassment. So we are coming to an end. ക്യാമ്പ് ഫയറിനിടയിൽ അമൃത റൂമിൽ പോയി ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയാം. എൻ്റെ മൊബൈലിലെ ചാർജ് തീർന്നിരുന്നു. റൂമിൽ കയറി അത് പ്ലഗ് ഇൻ ചെയ്തു. കുറച്ചു നേരം ടി വി കണ്ടു. സിൻസ് ഐ വാണ്ടഡ് ദ മൊബൈൽ ടു ബി ചാർജ്ഡ് ബിഫോർ ഐ വെന്റ് ബാക്ക്. തിങ്ക് ഐ ഓൾസോ ടുക്ക് എ ബാത്ത്. ഡ്രസ് ചേഞ്ച് ചെയ്തു. നല്ല തലവേദന. ജോയിൻ ബാക്ക് ടു ദ ക്യാമ്പ് ഫയർ. ഞാൻ കുളിച്ച് കിടക്കട്ടെ. മെഡിസിൻ വല്ലതും വേണോ? ഒന്ന് ഉറങ്ങിയാ ശരിയോ? നീ ചെല്ല്. നൈസ് വാച്ച്. പപ്പയുടെ ഗിഫ്റ്റാണോ? ഓക്കെ അമൃത, ഇപ്പം പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ മതി. അവസാനം ചെയ്ത കാര്യങ്ങൾ ആദ്യം. എന്ത് റിവേഴ്സ് ഓർഡർ? ഇയാൾക്ക് പ്രാന്താണ്. ഇത് ഫുള്ള് ലാഗടിപ്പിച്ച് കൊല്ലു ഇയാള്. ഓക്കെ, ലോക്ക് ദ റൂം. പിന്നെ ടി വി കണ്ടു, കുളിക്കാൻ പോയി, പിന്നെ അമൃതയ്ക്കൊരു കാര്യം അറിയോ? നുണ അത് നമുക്കൊരിക്കലും റിവേഴ്സ് ഓർഡറിൽ കറക്റ്റായി റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അമൃതയുടെ വാച്ചിൻ്റെ ഭംഗിയല്ല നോക്കിയത്. ഐ വാസ് ചെക്കിംഗ് ഹർ പൾസ്. ഇറ്റ് വാസ് നോട്ട് നോർമൽ. യു ആർ ലൈങ് അമൃത. ഇനി നമുക്ക് സത്യം പറയാം. എന്താ അന്ന് ആ റൂമിൽ സംഭവിച്ചത്? തലവേദന. ഞാൻ കുളിച്ച് കിടക്കട്ടെ. ഞാൻ പുറത്തുണ്ടാവും. ഇതിപ്പോ കോളേജിൽ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലേ? It's not your fault. എന്റെ മാത്രം തെറ്റാ ഇത്രയും കാലം ജീവിച്ചത്, ആവശ്യമില്ലാത്തതൊക്കെ ആഗ്രഹിച്ചത്. എന്റെ ഈ ശരീരത്തിനോട് തന്നെ അറുപ്പ് തോന്നുന്നു ഇപ്പോ.
sorry. I'm sorry. I wanted you back, Papa. I wanted only that. I did it. I'm sorry. Sorry. I resign from this institution. She will face the law. You can take her. അമൃത ഇല്ലാതാക്കിയത് ക്ലാരയെ മാത്രമല്ല, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകാമായിരുന്ന ഒരു വലിയ സ്വപ്നത്തെ കൂടിയാണ്. And what did you gain? You have just lost everything which you felt you gained. അമൃതയ്ക്ക് അവളെ കാണണം. ക്ലാര അവിടെ ഉണ്ട്. Hold my hand and you can see her. നീ ശ്രദ്ധിച്ചോ, ഇയാള് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും ശരിയല്ല. ഇതെന്താ തവളച്ചാട്ടോ? ഇയാൾക്ക് ഇനി പോയിക്കൂടെ? പ്രേതത്തിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞു. അല്ല പിന്നെ സേതുരാമയ്യർ CBI മണിച്ചിത്രത്താഴൊന്നും ഇയാൾ കണ്ടിട്ടില്ലേ? പ്രശ്നം തീർത്തു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് വീട്ടിൽ പോയാൽ പോരെ. ഇതിങ്ങനെ കിടക്കാണ് ശല്യം. അതിൻ്റെ കൂടെ നിന്ന് തുള്ളാനാ പൊട്ടകൾ. Come on friends, let's take a break now. ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് തരാമോ? മൊബൈലിലോ? അയ്യോ, ഞങ്ങൾ ഇവിടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാറില്ല. പണ്ട് എടുക്കുമായിരുന്നു, ഇപ്പൊ എന്താണെന്നറിയില്ല, ഇഷ്ടമല്ല. Take one. Now guess the card in my hand. Okay, touch my body. Wherever you like. തിണ്ടി ചത്താലും ഈ മെന്റലിസം പഠിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. Okay. Oh my God. Excuse me. എങ്കിൽ ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് തുടരട്ടെ. മനസ്സിൽ വിചാരിക്കണം. വിചാരിച്ചു.
പോടാ പട്ടീന്ന്. ഇതാ നീ ഉദ്ദേശിച്ചത്? തമാശക്ക് Slowly. ഇന്ന് മക്കളെ നിങ്ങൾ തന്ന അഡ്വാൻസ് തുക കൃത്യമായിട്ടുണ്ടോ നോക്കിക്കോളൂ. വളരെ നന്ദി സർ. ഞങ്ങൾ ഇറങ്ങാം സർ. പോയി വരൂ. നമസ്കാരം സർ. നന്നായി വരട്ടെ മക്കളെ. जी हाँ भाइयों और बहनों, आज T20 क्रिकेट का जमाना आ गया है। वाइफ कहती है खाना घर पे नहीं। For more updates, like, comment, subscribe to our channel.